മക്കളെ ലിബാൻ സാറാണ്. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല കുട്ടികളും ചിലപ്പോൾ ഒരു ഫുൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി അത് റിവൈസ് ചെയ്താൽ മതി അല്ലേ? ആക്ച്വലി ശരിക്കും ഇനി റിവിഷൻ്റെ സമയമാണ്. ഇനി റിവൈസ് ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ. കാരണം ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഒരു ചാപ്റ്റർ അല്ല, 2 ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു സബ്ജക്ട് മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. അത്രേ സമയം ഉണ്ടാവുള്ളൂ. സോ ഇനി അധികം മുഴുവനായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ പഠിക്കാനുള്ള ഒരു ടൈമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, വെയിറ്റേജ് വെച്ച് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫുൾ ചാപ്റ്റർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇനി അതിനുള്ള സമയമില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൻ്റെ ഒരു ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ തരാൻ പോവാണ്. സോ അതിൻ്റെ വെയിറ്റേജും കാര്യങ്ങളും നോക്കാം. ഒന്നാമത്തത് +2 അക്കൗണ്ടിങ്ങിൽ 3 പാർട്ടാണ്. ഒന്നാമത്തത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ്. ഇത് 4 ചാപ്റ്ററാണ്, നമുക്ക് എല്ലാവർക്കും പഠിക്കാനുണ്ടാകും. രണ്ടാമത്തത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ AFS. ഇത് വളരെ കുറഞ്ഞ കുട്ടികൾക്ക്, അഥവാ ഒരു 15% കുട്ടികൾക്ക് AFS പഠിക്കാനുണ്ടാവുള്ളൂ. ചില കുട്ടികൾക്ക് AFS എന്താണെന്ന് പോലും അറിയില്ല. പിന്നെ ഉള്ളത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. നിങ്ങളെ പ്രാക്ടിക്കലുള്ള കുട്ടികൾക്കാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഏകദേശം 85% ഈ പറയപ്പെട്ട കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് മിക്ക കുട്ടികളും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു CS നമ്മൾ കൂടുതലും വെയിറ്റേജ് കൊടുക്കുന്നത് കേട്ടോ. സോ നോക്കാം, പാർട്ട്ണർഷിപ്പിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, ബേസിക് കോൺസെപ്റ്റ് അല്ലേ. ആദ്യത്തെ പാർട്ടിൽ എല്ലാവർക്കും പഠിക്കാൻ, പാർട്ട്ണർഷിപ്പ് 100% എല്ലാ കുട്ടികൾക്കും പഠിക്കാനുണ്ടാവും. അതിൽ ഏറ്റവും ലെങ്തി ചാപ്റ്ററിൽ ഒന്നാണ് ബേസിക് കോൺസെപ്റ്റ്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, പാർട്ട്ണർഷിപ്പിന്റെ ഡീഡും അതിന്റെ പ്രൊവിഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി തിയറിറ്റിക്കലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡീഡും അതിന്റെ പ്രൊവിഷൻസും. ക്യാപിറ്റൽ അക്കൗണ്ട്, അത് ആക്ച്വലി ക്യാപിറ്റൽ അക്കൗണ്ട് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ അടുത്ത ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് അടക്കമുള്ള ക്വസ്റ്റൻ ആയിരിക്കും ഉണ്ടാവുക, ചോദിക്കാം. അതുപോലെ ക്യാപിറ്റലിൽ 2 മെത്തേഡ് ഉണ്ട് അല്ലേ, ഫിക്സഡും അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗും. സോ അതിന്റെ ഡിഫറൻസ് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടാകും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാകും. ഡ്രോയിങ്സ് ആണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, എന്നിരുന്നാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചൂടായില്ല എന്ന് പറയാൻ പറ്റില്ല. ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് അഥവാ ഈ ഒരു പോർഷൻ നമ്മുടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടും അല്ലാതെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് വളരെ ലീസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ എക്സാം പേപ്പർ വളരെ ഡിഫിക്കൽട്ട് ആവുമെങ്കിൽ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും ചോദിക്കും. ഫീച്ചേഴ്സും ഇൻട്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്ത ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പിൽ അഡ്മിഷൻ ഏറ്റവും ലെങ്തിയസ്റ്റ് ചാപ്റ്ററും 8 മാർക്കിന്റെ ക്വസ്റ്റൻ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതാണ് ഫൈനൽ അക്കൗണ്ട്സിന് 8 മാർക്കിന്റെ ക്വസ്റ്റൻ ഷുവർ ആണ് 100%. ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, ഇതിൽ ഏതെങ്കിലും 3 or 4 മാർക്കിനായിട്ട് ഷുവർ ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കും. എന്താണ് ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻസ്, അതിന്റെ ജേർണൽ എൻട്രി, അത് അഡ്മിഷൻ ആവട്ടെ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആവട്ടെ എന്ത് ചെയ്യും, ക്വസ്റ്റൻ ചോദിക്കും. സാക്രിഫൈസിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇതൊരു 2 മാർക്സിന്റെ ക്വസ്റ്റൻ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. റീകോൺസ്റ്റിറ്റ്യൂഷൻ മോഡുമായി ബന്ധപ്പെട്ട് 1 അല്ലെങ്കിൽ 2 മാർക്സ് എന്ത് ചെയ്യും, ജനറലി എക്സാമിന് വരുന്നതാണ്. ദെൻ ഡെത്ത് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ, മൂന്നാമത്തെ പോർഷൻ അല്ലേ. സോ ഇതിലെ ഫൈനൽ അക്കൗണ്ട്സിന്റെ ക്വസ്റ്റൻ 8 മാർക്കും ജനറലി ഈ ഒരു പോർഷൻ ചോദിക്കാറില്ല. പക്ഷേ ചിലപ്പോൾ ഇതും ചോദിക്കാൻ സാധ്യത ഇല്ലായികയില്ല, ചിലപ്പോൾ ഇത് ചോദിക്കാം കേട്ടോ. ദെൻ ഡിസ്പോസൽ അക്കൗണ്ട് അഥവാ ലോൺ അക്കൗണ്ട് മോസ്റ്റ് പ്രോബബ്ലി ഒരു ചാപ്റ്റർ ചോദിക്കും. അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് എത്ര, അഥവാ റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് എത്ര എമൗണ്ട് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എത്ര ബാലൻസ് ഉണ്ട് അത് കൊടുക്കാനുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അഡ്ജസ്റ്റ്മെന്റ്സ് അഥവാ അഡ്ജസ്റ്റ്മെന്റ്സുമായി റിലേറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇവിടെ പാസ്റ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് അല്ല ജനറലി അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസ്, അതൊന്നെങ്കിൽ അഡ്മിഷനോ അല്ലെങ്കിൽ റിട്ടയർമെന്റുമായി റിലേറ്റ് ചെയ്തെന്തെയും ചോദിക്കും. സോ അതെന്തെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സാക്രിഫൈസിംഗ് റേഷ്യോ അല്ലെങ്കിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇതും ഒരു 2 മാർക്സിന് വരെ എന്തെയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ്. ദെൻ ഡിസൊല്യൂഷൻ, ഇത് നിങ്ങൾക്ക് എന്തില്ല, പ്ലസ് ക്രിസ്മസ് എക്സാമായി റിലേറ്റ് ചെയ്ത് വരുന്നില്ല. നിങ്ങളുടെ ഫൈനൽ എക്സാമിലേക്ക് നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോ എന്ത് ചെയ്യും ഇന്ന് തരുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇത് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ചില ഇവിടെ ഡിസൊല്യൂഷനിലെ ഡൗട്ട്സുകൾ എന്ത് ചെയ്യാറുണ്ട്, എനിക്ക് പേഴ്സണലി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത്. നിങ്ങൾ എന്തില്ല, ക്രിസ്മസ് എക്സാമിന് പഠിക്കാനില്ല. നെക്സ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് എന്താണ്, ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്ററും ഗ്രാഫും ചാർട്ടുമായി റിലേറ്റ് ചെയ്ത ചാപ്റ്ററും. സോ ഇതിലെ CS എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ കോമ്പണൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സും കോമ്പണൻസും, അതുപോലെ അതിന്റെ മെറിറ്റ്സ് ഓഫ് ഇത്. പിന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് സബ് സിസ്റ്റംസ് ഉണ്ട്, നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡാറ്റ ഇൻഫർമേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അക്കൗണ്ടിങ്ങിൻ്റെ സൈക്കിളും കോഡിഫിക്കേഷനും 3 ടൈപ്സ് ഉണ്ട്. ആ 3 ടൈപ്സ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ദെൻ അടുത്തതുള്ളത് എന്താണ്, സ്പ്രെഡ്ഷീറ്റ് ആണ് നിങ്ങളുടെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. അതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരിക. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫംഗ്ഷൻസുകൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസുകളും ഫിനാൻഷ്യൽ ഫംഗ്ഷനുകൾ പഠിച്ചു വെക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ കോമ്പണൻസ് കാര്യം, അഥവാ ഒരു സ്പ്രെഡ്ഷീറ്റിന് അതിൻ്റെ കോമ്പണൻസ് ജസ്റ്റ് പഠിച്ചു വെക്കുക. അതിൻ്റെ വർക്ക് ബുക്ക് എന്താണ്, സെൽ എന്താണ്, റോ എന്താണ്, സോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. ദെൻ കോളം എന്താണ്, റേഞ്ച് എന്താണ്, സെൽ അഡ്രസ് തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതും അത്യാവശ്യം
വലിയ ചാപ്റ്ററാണ്, കുറേ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ സ്പ്രെഡ്ഷീറ്റിൻ്റെ യൂസ്, അതിലെ പേറോൾ അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ് ഫോർ അസറ്റ്, അതുപോലെ തന്നെ ലോൺ റീപേയ്മെൻറ്റ്, ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. മോസ്റ്റ് പ്രോബബ്ലി പേറോളാണ് ചോദിക്കുക. പിന്നെ ഇതിൻ്റെ ഒക്കെ എന്തുണ്ടാകും, ഇക്വേഷൻസ് ഉണ്ടാവും. ഇക്വേഷൻ, പേറോൾ, അതുപോലെ ലോൺ അക്കൗണ്ട്, ഇതിനൊക്കെ ഇക്വേഷൻസ് ചോദിക്കും. അത് ആക്ച്വലി ഇക്വേഷൻ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യും, സ്പെസിഫിക്കലി ചോദിക്കും. പേറോളിലെ കോമ്പണൻസ് അഥവാ കോമ്പോണൻസ് ഓഫ് പേറോൾ എന്തൊക്കെയാണ്, TA, DA എന്താ, HRA, എങ്ങനെ പേറോൾ കാൽക്കുലേറ്റ് ചെയ്യാം, അങ്ങനെയും ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്, ഇതെന്ന് ചോദിക്കാറുണ്ട്. ഗ്രാഫ് ആൻഡ് ചാർട്ട് വളരെ ഈസിയാണ്. സ്റ്റെപ്സ്, ഗ്രാഫിൻ്റെ ടൈപ്സ്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ത് ചെയ്യും ചോദിച്ചു. ഇത് 3 എന്ത് ചെയ്യും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചെറിയ ചാപ്റ്ററാണിത്, ഈ ഗ്രാഫ് ആൻഡ് ചാർട്ട്. ദെൻ നിങ്ങൾ 5ാമത്തെ ചാപ്റ്ററാണ് ജുനു-കാത്ത. ജുനു-കാത്തയിൽ എന്ത് ചെയ്യും, കോമൺലി യൂസിങ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഏതാണ്, സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് എന്തൊക്കെയാണ്, ഒന്ന് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനുള്ള ഇക്വേഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഒരു കമ്പനി ക്രിയേഷൻ്റെ ചോദിക്കും, കമ്പനി ക്രിയേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇനി എങ്ങനെ ചോദിക്കാം, വൗച്ചർ ക്രിയേറ്റ് ആണ് ചോദിക്കും. പിന്നെ ടൈപ്സ് ഓഫ് വൗച്ചർ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ ജുനു-കാത്തൻ്റെ അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യും ചോദിക്കും. അതും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ദെൻ ലാസ്റ്റ് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ DBMS, അതെന്തില്ല നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനില്ല, ഫൈനൽ എക്സാമിന് മാത്രമേ ചോദിക്കുകയുള്ളൂ. ലാസ്റ്റ് പോർഷൻ എന്താണ്, നമ്മുടെ പാർട്ട് 2 AFS, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്തത്. ഇതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടും ഏറ്റവും വെയിറ്റേജ് വരുന്ന 8 മാർക്കിന്റെ ക്വസ്റ്റൻ അടക്കം ചോദിക്കുന്നത് ഈ ഒരു ചാപ്റ്ററാണ്. അതിൽ തിയററ്റിക്കൽ ആയിട്ട് നല്ല രീതിയിൽ ക്വസ്റ്റൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, എന്താണ് കമ്പനി, കമ്പനിയുടെ ഫീച്ചേഴ്സ്, നാച്ചർ ആൻഡ് ക്ലാസ് ഓഫ് ഷെയർ, കൈൻഡ്സ് ഓഫ് കമ്പനീസ്, ഇതൊക്കെ എന്തെയും തിയറി ചോദിക്കും. ഷെയറിന് ഇഷ്യൂമായി ബന്ധപ്പെട്ട 8 മാർക്കിന്റെ ക്വസ്റ്റൻ എന്ത് അപ് ടു റീ ഇഷ്യൂ ആൻഡ് ഫോർ ഫീച്ചർ വരെ എന്ത് ചെയ്യും നിങ്ങൾക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റൻ എന്ത് ചെയ്യും ചോദിക്കും. അതിന്റെ ജേണൽ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. ഈ തിയറി ക്വസ്റ്റൻ എന്ത് ചെയ്യും ഒരു 3-4 മാർക്ക് എന്ത് ചെയ്യും ചോദിച്ചിരിക്കും, ഷുവർ ആണ്, 100%. ഡിബഞ്ചേഴ്സ് മീനിങ്ങും ടൈപ്പും തിയറി ക്വസ്റ്റൻ 2 മാർക്ക് മിനിമം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ഈവൻ കൂടാം. അതുപോലെ ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സിന്റെ ഡിഫറൻസ് എന്ത് ചെയ്യും അത് ചോദിക്കും. ഈവൻ 4 മാർക്കിന് വരെ അല്ലെങ്കിൽ 5 മാർക്കിന് വരെ എന്ത് ചെയ്യും ഒരു ക്വസ്റ്റൻ ചോദിക്കാം. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ കേസ് ഉണ്ടല്ലോ, അഥവാ ടേംസ് ഓഫ് ഇഷ്യൂസ് ആണ് ചോദിക്കാം. ജനറലി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ക്വസ്റ്റൻ ചോദിക്കില്ല, ടേംസ് ഓഫ് ഇഷ്യൂ ആണ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിൽ ഇഷ്യൂ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, ഇതാണ് ജനറലി ചോദിക്കാറ്. അഥവാ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, ആ ഒരു ക്വസ്റ്റൻ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ P&L, ബാലൻസ് ഷീറ്റ്, അത് കംപ്ലീറ്റ്ലി പഠിക്കേണ്ട, അതിലുള്ള ഹെഡിങ്സുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, അത് മാത്രമേ നമുക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. ദെൻ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റും കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റും ഉറപ്പ്, അതിൽ യാതൊരു എന്തുമില്ല, നമുക്ക് ഒന്നും ഡിസ്കൗണ്ട് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഇതാണ് എന്തിരിക്കണം പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് റേഷ്യോസ്, ഇതും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ അതിലെ റേഷ്യോസും അതിന്റെ ടൈപ്സും ലിക്വിഡിറ്റി സോൾവൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേൺ ഓവർ റേഷ്യോസുകൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോസ് ഒക്കെ ചില റേഷ്യോസിന്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കും. പിന്നെ നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്റർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതെന്താണ് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ഉണ്ടാവുള്ളൂ, ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യില്ല ഡിസ്കസ് ചെയ്യാനുണ്ടാവില്ല. ഇതോടുകൂടി നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജും ഇമ്പോർട്ടൻസും മനസ്സിലാക്കി, ഓരോ ചാപ്റ്റർ എന്ത് പഠിക്കണം, അതെങ്ങനെ പഠിക്കണം, ഓരോ പോർഷൻസിനും എത്ര വെയിറ്റേജ് കൊടുക്കണം കറക്റ്റായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക എത്തിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. മക്കളെ, ഓൾ ദ ബെസ്റ്റ്.